അപ്പം നമ്മൾ നാടുകാണി പാറയിലോട്ട് നടന്ന് കയറുകയാണ്. മഞ്ഞുകൾ ബോയ്സ് കളിക്കാൻ സമയമില്ല. നമ്മളാകെ 3 പേരേ ഉള്ളൂ. പടം വലിക്കാൻ ആളില്ല. ഷൂ ഇട്ടുണ്ടായിരുന്നു. ഇവിടെ ഫ്രണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് അവിടെ കൊണ്ടിടില്ല. നീ ഇവിടെ നോക്കിയേ. നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണ് നിങ്ങൾ തംബ്നെയിൽ എന്തായാലും കണ്ടു കാണും. കൊല്ലം ജില്ലയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ അഞ്ചലിൽ സ്ഥിതി ചെയ്യുന്ന മലമേൽപ്പാറയിലേക്ക് ഒരു യാത്ര പോവുകയുണ്ടായി. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 32 കിലോമീറ്റർ മാത്രമേ ഇവിടേക്കുള്ളൂ. കൊല്ലത്ത് നിന്ന് ഒരു 40 കിലോമീറ്ററും കൊട്ടാരക്കരയിൽ നിന്ന് ഒരു 15 കിലോമീറ്ററും. ഫാമിലി ആയിട്ടും കപ്പിൾസ് ഒക്കെ ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് മലമേൽപ്പാറ. കൂടാതെ പ്രായമായവർക്ക് പോലും നടന്നെത്തി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കിടിലൻ ആംബിയൻസ് ഉള്ള സ്പേസ് ആണ് ഈ മലമേൽ റോക്ക് എന്ന് പറയുന്നത്. വീടിനടുത്തായിരുന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. മനോഹരമായ കാഴ്ചകളും ദൂരെയുള്ള മലനിരകളും ഒക്കെ കാണാം. നമുക്ക് കൊല്ലത്തുള്ളവർക്ക് ദൂരെ ഒന്നും പോകേണ്ടി വരില്ല. ഈ മലമേൽപ്പാറയിലേക്ക് എത്തിയാൽ മതി. ഞാനും എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഫ്രണ്ട്സായ സിദ്ധു അണ്ണനും വൈശാഖണ്ണനുമാണ്. ഞങ്ങളൊരു ഉച്ചയ്ക്ക് 3 മണിയായപ്പോഴേക്കും മലമേൽപ്പാറയിലേക്ക് എത്തുകയുണ്ടായി. ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ ഇവിടെ ഒരു ക്ഷേത്രം കാണാം, മലമേൽ ശ്രീ ശങ്കരനാരായണ ടെമ്പിൾ. ഇതിന്റെ സൈഡിലൂടെയാണ് നമ്മൾ പാറയുടെ മുകളിലേക്ക് പോകുന്നത്. അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഇവിടെ. രാവിലെയോ വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൊക്കെ എത്തുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച സമയങ്ങളിൽ നല്ല വെയിലാണ്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ വാനര സംഘം അകത്തേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രവേശനത്തിന് ഒരാൾക്ക് 20 രൂപയാണ് ഫീസ് ഈടാക്കുന്നത്. ക്യാമറയായി പ്രവേശിക്കുന്നതിന് 200 രൂപ ഈടാക്കുന്നുണ്ട്. ടിക്കറ്റ് കൗണ്ടറിന്റെ സൈഡിൽ തന്നെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ പാറകൾക്ക് ഇട്ടിരിക്കുന്ന പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കുടപ്പാറയിലോട്ടാണ് പോകണം. കുടപ്പാറ എന്നാണ് എഴുതിയേക്കുന്നത്. ആക്ച്വലി ഈ സ്ഥലം ഉണ്ടല്ലോ, സിദ്ധുവണ്ണൻ്റെ അമ്മയുടെ സ്ഥലം ഈ അഞ്ചലാണ്. അപ്പം സിദ്ധുവണ്ണൻ ഇവിടെയൊക്കെ മുന്നേ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. വൈശാഖണ്ണൻ മുന്നേ വന്നിട്ടുണ്ടല്ലേ? ഒരു വട്ടം വന്നിട്ടുണ്ട്. സിദ്ധുവണ്ണൻ വന്ന വഴി ഈ ഇങ്ങനെയുള്ള സ്പേസ് ഒന്നും ഇല്ലായിരുന്നു. പണ്ടത്തെ ആൾക്കാർ വെള്ളമടിക്കുന്ന സ്ഥലം ഇതൊക്കെ. ഇവിടെ പിന്നെയാണ് ഇത് ടൂറിസം ആയത്. ഓക്കെ, എന്തായാലും തമാശ പറഞ്ഞില്ല, വെള്ളമടിക്കുന്ന സ്ഥലമായിരുന്നത്. ആണ് ഇതും. പിന്നെ ആ മേളത്തെ റേഡിയോ സ്റ്റേഷൻ. ആക്ച്വലി ഇതല്ല പോകേണ്ടത്. ആക്ച്വലി ഇതിന് പോകേണ്ടത് അമ്പലത്തിന്റെ പുറകെയാണ് കറക്റ്റ് സൂപ്പർ വ്യൂ കിട്ടുന്നത്. പിന്നെ അവിടെ ഒരു പാറയുണ്ട്. ആ പാറ കയറി കഴിഞ്ഞാൽ ചടയമംഗലം പാറ കാണാൻ പറ്റും. കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ താഴത്തെ കണ്ടിച്ച് അറിയത്തില്ല. നല്ല പണ്ട് ഇവിടെ മൊത്തം ഇതായിരുന്നു, കാടൊക്കെ ആയിരുന്നു. നല്ല ഇറക്കമുണ്ട്. നല്ല ഇറക്കം അല്ല, ഇതിപ്പോ അവർ സെറ്റ് ചെയ്തത്. ഈ ഇറക്കമാണെങ്കിൽ ഇത് ഈ സ്റ്റെപ്പായിട്ട് സെറ്റ് ചെയ്ത്. പണ്ട് ഇങ്ങനെ അല്ല, ഒരുമാതിരി വഴുക്കൽ പാറയായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നി ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആയതായിരിക്കും മഴ വെള്ളമൊക്കെ. അല്ല, അവർ സെറ്റ് ചെയ്ത് ഇതൊക്കെ സെറ്റ് ചെയ്ത് ഇതൊക്കെ സെറ്റ് ചെയ്തതാണ്. ഇത് കണ്ടായിരുന്നു മുറിച്ചൊക്കെ ഇട്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ പണ്ട് ഇതിലെ കൂടെ ഫുള്ളില്ല കാടായിരുന്നു. കാടെന്ന് മീൻസ് നമ്മളല്ലേ പറമ്പിലെ കാണുന്ന ടൈപ്പ്. അല്ല, കൊടുങ്കാടെന്നല്ല ഉദ്ദേശിച്ചത്, പറമ്പിൽ കാണുന്ന ടൈപ്പ്. പണ്ട് ഇങ്ങോട്ട് ആര് വരാം? പണ്ട് ഇവിടെ വരുന്ന പിള്ളേരെല്ലാം അങ്ങനത്തെ പിള്ളേരായിരുന്നു. ഇപ്പോഴാണ് ഇത് കാണുന്നത്. ഇതിപ്പോഴാണ് കാണുന്നത്. പണ്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങുന്നില്ല. ഒരു നല്ല പാമ്പ് ഇതെല്ലാം കൂടെ വെച്ചിട്ടില്ലയോ. ഇത് ഈ പാറ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും കുടപ്പാറ എന്നിട്ടേക്കുന്ന പേര്. മുകളിലൊക്കെ ആൾക്കാരെ കപ്പിൾസൊക്കെ മുകളിൽ കിടപ്പുണ്ട്. ഫാമിലി ഇരിപ്പുണ്ട്. അമാരെ അവിടെ ഫ്രണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് അവിടെ കൊണ്ടിടില്ല. നീ ഇവിടെ നോക്കിയേ, ഇവിടെ മൊത്തം പ്ലാസ്റ്റിക്. നോക്കിയേ, ലൈഫ് കുപ്പി. ശരിയാ. എന്നിട്ട് ഇവിടെ മലയ്ക്കവും പുൽമേടേ ആറട്ട് പുൽമേടിന്റെ ആ റൂട്ട് പോലെയൊക്കെ ഉണ്ട് അല്ലേ? പുൽമേട്ടിൽ പോകണം. ഞാൻ പോയിട്ടില്ല. ഇവിടെ പുൽമേട് പോയിട്ടില്ലല്ലേ? ഞാനും പോയിട്ടില്ല. കണ്ടോ, കുപ്പിയൊക്കെ കിടക്കുന്നുണ്ട്. ഇതാണ് ആൾക്കാർ തന്നെയാണ് നശിപ്പിക്കുന്നത്. കുടപ്പാറ എന്ന പേര് നമുക്ക് നേരത്തെ വെച്ചല്ലേ ബൗണ്ടറി. ഈ വഴി ഇങ്ങനത്തെ ഇതന്നെ. ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അവിടെ കണ്ട ആ പോസ്റ്റ് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, റേഡിയോ സ്റ്റേഷൻ മുമ്പത്തെ. ഇതിന്റെ വണ്ടിയിൽ അതുവഴി പൊക്കൂടെ? അതുവഴിയും പോവാം. ഇതുവഴിയും പോകാൻ പറ്റുമായിരിക്കും. ഇപ്പൊ അത് വേറെ താഴെയുള്ള ആളുടെ വീട്ടില് എവിടെ പിന്നെ അതൊന്നും എനിക്കറിയില്ല. കൃത്യമായിട്ടുള്ളതൊന്നും എനിക്കറിയില്ല.
കുടപ്പാറയിൽ കയറി വരുന്ന വഴിയാണ്. കുടപ്പാറ എല്ലാം കണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത പാറയിലോട്ട് പോവാം. നമ്മൾ നാടുകാണി പാറയിലോട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ നാടൻ കുട ചൂടി ഇപ്പൊ ഇങ്ങോട്ട് കയറണ അത് തന്നെ പറഞ്ഞത്. ഇത് തന്നെ പറഞ്ഞത്. അയ്യോ അതൊക്കെ ക്ലീൻ ആക്കി. മറ്റേത് വള്ളിയില്ലയോ. ശരിയാ കേട്ടാ, ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു. ഈ വഴിയുടെ ഇടയ്ക്ക് നടന്നു വരുന്ന ഫോട്ടോ സ്റ്റില്ലൊക്കെ എടുത്താൽ മതിയായിരുന്നു. അതെ, പിന്നെ അത് പക്ഷെ ഇവിടെ നിന്ന് കാര്യമില്ല. ഇവിടെ ഓക്കെ തണല് കിട്ടും. പക്ഷെ അവിടെ പാറ പോയി കഴിഞ്ഞാൽ നല്ലൊരു അതന്നെ ഇത് നമ്മൾ നേരത്തെ പോയത് തന്നെ ഇല്ലയോ? അതല്ലയോ ഇത് നമ്മൾ നേരത്തെ താഴെ വന്നില്ലായിരുന്നു. ആ താഴേന്ന് മുകളിലേക്കുള്ള ആ വ്യൂ നമ്മൾ കറങ്ങി വന്ന സ്പേസാ. നല്ല ശ്രദ്ധിച്ചൊക്കെ ഇറങ്ങണം കേട്ടോ നിങ്ങൾ വരുന്നെങ്കിൽ. ഇവിടെ നല്ല വ്യൂ ഉണ്ടല്ലോ. ഇവിടെ മതി ഇവിടെ നല്ല തണലാ. എന്തൊരു സുഖം ഇവിടെ നിൽക്കാൻ ഇല്ലയോ? അതെ, നല്ല കാറ്റുണ്ട് ഇവിടെ. അടിപൊളി. നല്ല പാമ്പ്, പച്ചില പാമ്പ്. നല്ല കാറ്റ് കേട്ടോ. ഇപ്പം സമയം 4 മണിക്കാണ്. പക്ഷെ പുറത്ത് നല്ല ചൂടുണ്ട്. ഇങ്ങനെ അകത്തോട്ട് കയറിയപ്പോഴേക്കും നല്ലതാണ്. ഇങ്ങനെ ഇരുന്ന പോട്ടെ. ഈ വൈശാഖിന്റെ കൂടെ നടന്ന് എന്തോ വൃത്തിയാക്കിയതാ. ഇവിടുന്ന് ചടയമംഗലം പാറാണോടാ. ഇതാണ് നാടുകാണിപ്പാറ. ചടയമംഗലം പാറ കാണാട്ടാ. ഈ സിദ്ധുണ്ണായി നാടുകാണിപ്പാറ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുകളിൽ നിന്ന് നാടെല്ലാം കാണാമെന്ന് ഉള്ളതായിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്. ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരു നാടുകാണിപ്പാറ. ഈ പാറയ്ക്ക് ഇങ്ങനെ പേരുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പേരിട്ടത് എനിക്കറിയില്ലായിരുന്നു. വേണ്ടേ ഇതേ ആ വ്യൂ ഉണ്ടോ? അവിടെയാണോ ചടയമംഗലം പറയുന്നത്? അവിടെ കാണാം. അവിടെ അത് കാണാം. ഇവിടുന്ന് സൂപ്പറായിട്ട് കാണാം. പക്ഷെ അത് ആ പാറയിൽ കയറണം. ഏത് പാറയില്? ആ പാറയില്. അവിടെയാണ് ഇത് ചടയമംഗലം അല്ലേ? ഇതിലെ കൂടെ ഉണ്ട്, വഴിയുണ്ട്. വെയിലത്ത് പോകണ്ട. ആ മണ്ടേ കയറും. അഡ്വഞ്ചർ ട്രിപ്പ് ജുമാഞ്ചി. ഇപ്പം നമ്മൾ നാടുകാണിപ്പാറയിലോട്ട് നടന്ന് കയറുകയാണ്. ഇതിൻ്റെ സ്റ്റെപ്പ് കയറുന്നതാണ്. പാറ ഇങ്ങനെ അടുക്കി വെച്ചേക്കുക. പാറയുടെ അരികത്ത് പോയി നിൽക്കുന്ന അപകടം സൂക്ഷിക്കുക. പാറയുടെ അരികത്ത് പോയി നിൽക്കരുത്. എഡ്ജ് ഓഫ് ദ റോക്ക്. അതിലെ കൂടെയാണോ പോകേണ്ടത്? സിദ്ധുവാണ് ഇത് പണ്ട് സെക്യൂരിറ്റി ഓഫീസ് എന്തെങ്കിലും മറ്റേ റേഡിയോ സ്റ്റേഷൻ അങ്ങനെ എന്തോ ആയിരുന്നു. ഇപ്പഴാ വൃത്തിയായത്. പണ്ട് മഹാ വൃത്തിയായിട്ട് ഇടുന്നതാ. പക്ഷെ സൂക്ഷിച്ചിറങ്ങണേ. മഞ്ഞുകൾ ബോയ്സ് കളിക്കാൻ സമയമില്ല. നമ്മളാകെ 3 പേരേ ഉള്ളൂ. പടം വലിക്കാൻ ആളില്ല. സിദ്ധുണ്ണ പോകാമല്ല, ആരും അറിയണ്ടെന്ന്. വേണ്ടേ ഇതാ. ഇത് സൂപ്പർ ഫോട്ടോ കേട്ടോ. ഇത് കൊള്ളാം. ഇവിടെ ഇരിക്കാനാ കൊള്ളാം. ഇതിൻ്റെ മണ്ടയിലും കയറാൻ പറ്റണം. ഇത് ശരിക്കും ഡേഞ്ചറാ കേട്ടോ. ഇതൊരു സീനറിയാ. അല്ല വൈശാഖ് പേടിക്കണ്ട, കയറിക്കോ. നടക്കാൻ പഠിക്കുന്ന കുട്ടിയുടെ ലാഘവത്തോടെ വൈശാഖ് ഏങ്ങി പറയുകയാണ്, എനിക്കിറങ്ങണം.
സൗണ്ട് നമുക്ക് മുങ്ങിയാലോ. കേരള അവിടെ വെയിൽ കുറയണമെങ്കിൽ വെയിൽ പറയണ അതോടല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്. വാവ് അരെ സൂപ്പർ. പോവാം. വൈശാണ കേറുകോ? ഞാൻ സ്പൈഡർമാൻ ആവാന്ന് വിചാരിച്ചാൽ നോക്കാം. നല്ല വെയിലും കേട്ടോ. നമ്മൾ കുറച്ചും കൂടെ വെയിൽ മാറുമ്പോഴത്തേക്കാണ് എടുക്കുന്നത് ബെറ്റർ. ഇപ്പം തോന്നില്ല. ഇവിടെ മിന്നൽ രക്ഷാചാലകം ഇരിപ്പുണ്ട്. അയ്യോ റിസ്ക് ആണല്ലോ. ഒന്ന് വിടില്ല. വൈശാണൻ അങ്ങനെ അവിടെ തിരിക്കുകയാണ്. കണ്ടിട്ട് ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോയിട്ട് ഞാൻ ഇവിടെ വൈശാണ് അവിടെ. വാവ് ഗൈസ്, വളരെ മനോഹരമാണ്. ഫുള്ള് കിട്ടും കേട്ടോ. ഇത് ചുമ്മാ നാടുകാണി പാറ എന്ന് പറഞ്ഞ് പേരിട്ടേക്കുന്നത്. എല്ലാം കാണാം. ഫുൾ റൗണ്ട് 360 കാണാം നമുക്ക്. ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. ഞാൻ വാങ്ങിക്കാം, ക്യാമറ വാങ്ങിക്കാൻ വരുമോ? വേണ്ട, അവിടെ വന്നിട്ട് ഇത് ചെരുപ്പായതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കണ്ണി വിയർപ്പ് വീണു. ശേ ആ അവിടെ ചടയമംഗലം ഇതുണ്ടോ? ഇവിടെ നിന്ന് കാണാതിരിക്കുമല്ലോ. അതുകൊണ്ടാ ചടയമംഗലം പോരാ അവിടെ കണ്ടോ? അതുകൊണ്ട് ഞാൻ സൂം ചെയ്യുന്ന ചടയപ്പുറ അതല്ല ഓണ്ടേ കണ്ടോ? ഇതിപ്പോ വെയിലായതുകൊണ്ടാണ് കാണാത്ത. കുറച്ചുകൂടെ മങ്ങിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് ചടായി പറയാത് കണ്ട പക്ഷേ കണ്ട ഞാൻ സൂം ചെയ്യുന്നതാണ് ജഡായി പാറ കേട്ടോ. ഇങ്ങനെടുത്തോ വീഡിയോ. പിള്ളേരൊക്കെ വന്നു തുടങ്ങിയല്ലോ. പിള്ളേർ സെറ്റൊക്കെ വന്നു തുടങ്ങി. ഇവിടെ തന്നെ സ്റ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ സോഡ ലൈമും ഫ്രഷ് ജ്യൂസസും പിന്നെ കോഫി ചായ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ പ്രോഡക്ട്സും കാര്യങ്ങളും ആക്സസറീസും ഒക്കെ ഇവിടെ കിട്ടും. ഞങ്ങളെന്തായാലും ഒരു ചായ 2 ലൈമും കുടിക്കാറുള്ള പ്ലാനിലാണ്. കോഫി നാരങ്ങളും കുടിച്ചതിന് ശേഷം ഞങ്ങളിതാ ഐസ്ക്രീം വാങ്ങി. ഐസ്ക്രീം കുടിക്കുക. കല്യാണത്തിന് കളിക്കുന്നില്ലെന്ന് തോന്നുന്നു പിള്ളേര്. ക്രിക്കറ്റാണോ? പണ്ട് ഇവിടെ ക്രിക്കറ്റ് ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പിച്ചാര് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ അല്ലേ? ആണ്ട പിച്ച് കളിക്കുന്നുണ്ടോന്ന് തോന്നുന്നു ഇപ്പം അല്ലേ? ചുറ്റുപാടിട്ട് ഇതാണ്
വിമാദപ്പാറ, ഇതാണ് വിമാദപ്പാറ. എന്തോ ഇവിടെ വിമാദപ്പാറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിലൂടെ ഇറങ്ങാം. അതിലൂടെ കയറി വരാം. അതിലൂടെ കയറി വരാം. ഇങ്ങനെ ഔട്ടാകുമ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി. ഇതിലൂടെ ഇറങ്ങി പോവോ? ഇതല്ല ഇത് ഞാൻ കണ്ണിൽ തെറ്റിപ്പോയത്. ജടായിപ്പാറ കാണിച്ചു തരാമോ? നമ്മൾ ആദ്യം കയറിയ പോറയാണ് അത് കാണിക്കുന്നത്. നാടുകാണി പോറയാണ് കാണുന്നത്. ജടായിപ്പാറ ഇപ്പോഴത്തെ ജടായിപ്പാറ കണ്ടോ? ഇത് ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നു. ഒരു വിഷയമല്ല. ഇപ്പൊ ഞങ്ങൾ അമ്പലത്തിന്റെ ആ മുകളിലത്തെ പാറയിലാണ് നിൽക്കുന്നത്. ശിവഭഗവാന്റെ വിഷ്ണുവിന്റെ ഒരു പ്രതിഷ്ഠയാണ് ഈ അമ്പലത്തിൽ ഉള്ളത്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇത് അമ്പലത്തിന് സമീപത്തായിട്ടുള്ള വ്യൂ പാറയാണ്. ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അപ്പുറ സൈഡിൽ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. കണ്ടോ? അപ്പോൾ ഞങ്ങളിവിടെ എല്ലാം കണ്ടു കഴിഞ്ഞ് ഒരു 5:30 മണിയായി. 5:30 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോകും അവിടുന്ന്. നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി. എങ്കിലേ ആ വെയിലൊക്കെ ഒന്ന് താരത്തുള്ളൂ. ഇപ്പോഴും വെയിലും താന്നിട്ടില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ ഇനി ഇറങ്ങി. അവിടെ ഇനി വേറെ കാണാനൊന്നുമില്ല. കുറേ പാറകളുടെ പേരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ചെറിയ ചെറിയ പാറകൾക്ക് ഒരു പേരിട്ടിട്ടുണ്ട്. അപ്പം നല്ല വ്യൂ ഉള്ളത് 3 പാറകളേ ഉള്ളൂ. അല്ല, പിന്നെ അമ്പലത്തിൻ്റെ ഈ പാറയുണ്ട്, 4 പാറ. പക്ഷേ നല്ല വ്യൂ ആട്ടോ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു മൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നല്ല രസമാണ്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. ബൈ.